ഓഡിറ്റ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് അക്കൗണ്ട്സ്. പബ്ലിക് ട്രസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പബ്ലിക് ട്രസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റ്? ട്രസ്റ്റ് എന്ന് പറഞ്ഞത് ക്രിയേറ്റഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ വിഡോസ്, മൈനേഴ്സ്, അതല്ലെങ്കിൽ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് വീക്കേഴ്സ് ആൻഡ് ഹെൽപ്ലെസ് പേഴ്സൺസ്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് അത് സ്ഥാപനത്തിൻ്റെതോ അല്ലെങ്കിൽ വിഡോസിൻ്റെയോ മൈനേഴ്സിൻ്റെയോ ബെനിഫിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ വീക്കേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്ലെസ് പേഴ്സൺസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ എ ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഡീഡിൻ്റെ മേലിലാണ് എന്ത് ചെയ്യുന്നത്? ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ ട്രസ്റ്റി ലുക്ക് ആഫ്റ്റർ ദി പ്രോപ്പർട്ടി. ട്രസ്റ്റിയാണ് എന്ത് ചെയ്യേണ്ടത്? പ്രോപ്പർട്ടിയൊക്കെ നോക്കി നടത്തേണ്ടത്. കളക്ട് റെൻറ്റ് കളക്ട് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റെന്തൊക്കെ ഇൻകം ഉണ്ടോ അതൊക്കെ കളക്ട് ചെയ്യേണ്ടത് ട്രസ്റ്റിയാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇൻകം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതും ടു ദി ബെനിഫിഷ്യറീസ് അക്കോർഡിംഗ് ടു ദി ടേംസ് ഓഫ് ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഡീഡിലെ ടേംസ് അനുസരിച്ച് അതിൻ്റെ ബെനിഫിഷ്യറീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതും ട്രസ്റ്റിയാണ്. അപ്പോൾ ട്രസ്റ്റ് ഡീഡ് അനുസരിച്ചാണ് ട്രസ്റ്റി അതിൻ്റെ പ്രോപ്പർട്ടി നോക്കി നടത്തുകയും റെൻറ്റ് കളക്ട് ചെയ്യുകയും ഡിവിഡൻഡ് കളക്ട് ചെയ്യുകയും ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ബെനിഫിഷ്യറീസിൻ്റെ ഇടയിൽ. ദെന്ന് അടുത്തത് ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ആരാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എന്നുള്ളതാണ്. ട്രസ്റ്റീസ് ആണ് ഒരു പബ്ലിക് ട്രസ്റ്റിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. ട്രസ്റ്റീസ് അത്തരത്തിലുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യൽ നിർബന്ധമാണ്. ട്രസ്റ്റീസ് ആയിരിക്കണം അതിൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള അതോറിറ്റി. അവരതുകൊണ്ട് തന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ലാർജ് സംസ് ഓഫ് ട്രസ്റ്റ് മണി മിസ്അപ്രോപ്രിയേഷൻ ചെയ്യാൻ സാധ്യത ഏറെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റീസ് ഡോണ്ട് നോ ഹൗ ടു കീപ് ദി അക്കൗണ്ട്. ഒന്ന് ചിലപ്പോൾ എങ്ങനെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണമെന്ന് അറിയാത്ത ആളുകളായിരിക്കാം മിക്കവാറും ട്രസ്റ്റീസ്. രണ്ടാമത്തത് ട്രസ്റ്റീസ് ആർ ഇഗ്നോറൻറ്റ് ട്രസ്റ്റ് ലോസ്. ട്രസ്റ്റ് ലോസ് അറിയാത്ത ആളുകൾ ട്രസ്റ്റീസായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രസ്റ്റീസ് മിസ്അപ്രോപ്രിയേഷൻ നടത്തും, ലാർജ് സംസ് ഓഫ് മണിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഓഡിറ്റിംഗ് എന്തിനുണ്ടാണ് നമ്മൾ പബ്ലിക് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ എന്താണ്? ഇത് തന്നെയാണ്. ട്രസ്റ്റികൾ എന്ത് ചെയ്യുന്നു? ട്രസ്റ്റ് ഡീഡ് അനുസരിച്ച് ട്രസ്റ്റിൻ്റെ മണി എന്ത് ചെയ്യും? ലാർജ് സംസ് ഓഫ് മണി ഒരാളുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മിസ്അപ്രോപ്രിയേഷൻ ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. ട്രസ്റ്റിൻ്റെ പേരിൽ വന്നിട്ടുള്ള പണം എന്ത് ചെയ്യാം? അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഏറെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇത് അക്കൗണ്ട്സ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അറിവ് ട്രസ്റ്റീസിന് ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ട്രസ്റ്റ് ലോസിനെ പറ്റിയുള്ള അറിവ് അവർക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ട്രസ്റ്റ് ലോസ് അറിയില്ലാതിരിക്കുക, ട്രസ്റ്റീസിന് എന്തില്ലാതിരിക്കുക, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാതിരിക്കുക. പിന്നെ അത് അറിയുന്ന ആളുകളാണെങ്കിൽ തന്നെ വിൽഫുൾ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്, അത് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻ വരുത്തുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷനും വിൽഫുൾ മാനിപ്പുലേഷനും ഒക്കെയുള്ള സാധ്യതയുള്ള ഒന്നാണ് ട്രസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെയുള്ളൊരു കാരണം, ദ ബെനിഫിഷ്യറീസ് ആർ നോട്ട് ഇൻ പൊസിഷൻ ടു ഹാവ് ആക്സസ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്. ബെനിഫിഷ്യറീസ് ഒരിക്കലും എന്തല്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കാനുള്ള ആക്സസ് അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും തന്നെ പരിശോധിക്കാൻ ബെനിഫിഷ്യറീസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക് ട്രസ്റ്റിൻ്റെ അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് മസ്റ്റാണ് എന്ന് നമുക്ക് അഭിപ്രായപ്പെടാവുന്നതാണ്. ദെൻ അതുകൊണ്ട് തന്നെ സ്പെസിഫിക് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഇൻ ദി ട്രസ്റ്റ് ഡീഡ് തന്നെ അതിന് പ്രൊവിഷൻ വെക്കുന്നവരുണ്ട്. ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ടു ചെക്ക് ദി അക്കൗണ്ട്സ് ഓഫ് ദി ട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ട്രസ്റ്റ് ഡീഡ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അതിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ
പ്രസ്താവിക്കുന്നുണ്ടാവും. ഇൻ സം സ്റ്റേറ്റ്സ്, ചില സംസ്ഥാനങ്ങളിൽ ഇൻ ഇന്ത്യ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഹാവ് ബീൻ ഇനാക്റ്റഡ്. പബ്ലിക് ട്രസ്റ്റ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇനാക്ട് ചെയ്തിട്ടുണ്ട്. ടു പ്രൊവൈഡ് സ്റ്റാറ്റ്യൂട്ടറി ഓർ കമ്പൽസറി ഓഡിറ്റ് ഓഫ് ദി ട്രസ്റ്റ് അക്കൗണ്ട് ബൈ ക്വാളിഫൈഡ് ഓഡിറ്റർ. ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്മാരായിട്ടുള്ള ഓഡിറ്റേഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് നമുക്കറിയാം. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് അനുസരിച്ച് 1949 അനുസരിച്ചുള്ള ആളുകളാണ് ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ്. ആ ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് തന്നെ പബ്ലിക് ട്രസ്റ്റ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ടുള്ള ആക്ടുകൾ, സ്റ്റേറ്റ് ആക്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം സ്റ്റേറ്റ് ആക്ട് അനുസരിച്ചാണ് പബ്ലിക് ട്രസ്റ്റ് ആക്ടിൻ്റെ ഓഡിറ്റ് നിലവിൽ നടത്തുന്നതെന്നുള്ളതാണ്. പബ്ലിക് ട്രസ്റ്റ് ആക്ടിൻ്റെ ഓഡിറ്റ് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് 1950 അനുസരിച്ചാണ് സാധാരണയായിട്ട് നടത്തുന്നത്. ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് 1950 വകുപ്പ് അനുസരിച്ചാണ് അതിലുള്ള പ്രൊവിഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും ഉണ്ട്. ചില സ്റ്റേറ്റുകളിലുണ്ട്. ആ സ്റ്റേറ്റുകളിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓഡിറ്റാണ്, കമ്പൽസറി ഓഡിറ്റ് ആയിട്ടാണ് ട്രസ്റ്റ് അക്കൗണ്ടുകൾ ഓഡിറ്റിന് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. ട്രസ്റ്റ് ഓഡിറ്റ് എന്താണ്? കമ്പൽസറി ആണ് ചില സ്റ്റേറ്റ് ആക്ട് അനുസരിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രൊവിഷൻ എന്ത് ചെയ്യാം, മെയ്ഡ് ചെയ്യാം ട്രസ്റ്റ് ഡീഡ് തന്നെ ട്രസ്റ്റ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി. ദെൻ ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ആണ് ഈ പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് ആക്ട്. ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ടിൻ്റെ വകുപ്പുകൾ നമുക്ക് നോക്കാം. അതനുസരിച്ച് അക്കൗണ്ട് ഷാൾ ബി ഓഡിറ്റഡ് എവറി ഇയർ ബൈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിത്തിൻ ദി മീനിങ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട് 1949. 1949 ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെ ആ ഒരു പരിധിയിൽ വരുന്ന ആക്ട് അനുസരിച്ചുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് ആണ് ഈ ഓഡിറ്റ് ചെയ്യാൻ കഴിയുക. പബ്ലിക് ട്രസ്റ്റ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യേണ്ട സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റർ എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 മീനിങ്ങിൽ വരുന്ന ആളുകൾക്കാണ്. ആ മീനിങ് വരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർക്കാണ്. അതല്ലെങ്കിൽ ഓർ ബൈ സച്ച് പേഴ്സൺസ് ഓതറൈസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾക്കും ചെയ്യാം. ഒന്നുകിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്ത ഓതറൈസ് ചെയ്ത ആളായിരിക്കണം. അല്ലാത്ത മറ്റൊരാൾക്കും ഈ പബ്ലിക് ട്രസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലും ഈ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. പബ്ലിക് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യേണ്ടത് അത് ചാർട്ടേഡ് അക്കൗണ്ടന്മാരായിരിക്കണം എന്നാണ് ബോംബെ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചുള്ള പ്രൊവിഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബോംബെ ട്രസ്റ്റ് ആക്ടിനുള്ള പ്രൊവിഷൻസാണ് നമ്മൾ പറയുന്നത്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെ കൊണ്ട് തന്നെ ഓഡിറ്റ് ചെയ്യിക്കണമെന്നുണ്ട്. ദെൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുള്ളത് ഓതറൈസ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ. എന്താണ് ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ഓഫ് എ പബ്ലിക് ട്രസ്റ്റ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ഫോർവേഡ് എ കോപ്പി ഓഫ് ദി സെയിം ടു ചാരിറ്റി കമ്മീഷണർ. ചാരിറ്റി കമ്മീഷണർക്ക് ഒരു കോപ്പി എന്ത് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. ഇത് ബാലൻസ് ഷീറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്തിരിക്കണം, ചാരിറ്റി കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് ഓഡിറ്റർ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ ഇറ്റ് ഷാൾ ബി ദി ഡ്യൂട്ടി ഓഫ് ട്രസ്റ്റീൻ്റെ ഡ്യൂട്ടിയാണ് ടു ഫയൽ ദി കോപ്പി ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർവേഡ് ബൈ ദി ഓഡിറ്റർ ടു ദി ചാരിറ്റി കമ്മീഷണർ. ചാരിറ്റി കമ്മീഷണർക്ക് അത് ഫയൽ ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററുടെ ഇവരുടെ ട്രസ്റ്റീൻ്റെ ഡ്യൂട്ടിയും കൂടിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ഓഫ് പബ്ലിക് ട്രസ്റ്റ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് and income and expenditure account and forward a copy of the same to the charity commissioner. Then it shall be the duty of the trustee to file a copy of balance sheet and income and expenditure account forwarded by auditor to the charity commissioner. Charity commissioner ഫയൽ ചെയ്യുക എന്നുള്ളത് ഓഡിറ്റർ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു ബജറ്റ് ആദ്യമായിട്ട് അയച്ചു കൊടുക്കണം ചാരിറ്റി കമ്മീഷണർക്ക് എന്ന് പറയുന്നത്. പബ്ലിക് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾക്ക് ഒരു ബജറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ആ ബജറ്റ്, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന
ഈ റെസീറ്റ്സും അതിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റും എത്രയാണെന്നുള്ളത്, അതായത് അത് റെസീറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ എത്ര, അതിൻ്റെ ഒരു ബജറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഭാവിയിൽ വരാവുന്ന എക്സ്പെൻഡിച്ചർ കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ബജറ്റ് ഉണ്ടാക്കിയിട്ട് അത് ചാരിറ്റി കമ്മീഷണർ കൊടുക്കണമെന്നും എന്തുണ്ട് ഈ ട്രസ്റ്റ് ആക്റ്റിൽ പ്രൊവിഷൻസിൽ പറയുന്നുണ്ട്. ട്രസ്റ്റ് ആക്റ്റിൽ പ്രൊവിഷൻസിലുള്ളതാണ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിങ് മാത്രമല്ല അവിടെ ബജറ്റ് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരു അതിൻ്റെ ബജറ്റ് കൂടി എന്ത് ചെയ്തിരിക്കണം ചാരിറ്റി കമ്മീഷണർക്ക് അയച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ. ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ സാധാരണ മറ്റ് അക്കൗണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യം പറയുന്നത് അതാണ്, ബജറ്റ് എന്നുള്ളതാണ്. Then auditor shall in his report specify all cases of irregular, illegal, improper expenditure. ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, എല്ലാ ഇറഗുലർ ആയിട്ടുള്ള, ഇല്ലീഗൽ ആയിട്ടുള്ള, ഇംപ്രോപ്പർ എക്സ്പെൻഡിച്ചറിനെയും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓഡിറ്റർ ഈ ഏതെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓഡിറ്റർ ചെയ്തിരിക്കണം അത്തരത്തിലുള്ള ഇറഗുലർ ആയിട്ടുള്ള, ഇല്ലീഗൽ ആയിട്ടുള്ള, ഇംപ്രോപ്പർ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ലോയിലെ പ്രൊവിഷൻസ് അനുസരിച്ചല്ലാത്ത, ഇറഗുലർ ആയിട്ടുള്ള, പ്രോപ്പർ അല്ലാത്ത എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം, റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഓർ ഫെയിലർ ഓർ ഒമിഷൻ ടു റിക്കവർ മണി, ഒരു പണം തിരിച്ചു പിടിക്കുന്നതിലുള്ള ഫെയിലർ അല്ലെങ്കിൽ ഒമിഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഓർ എനി അതർ പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി റിക്കവർ ചെയ്യുന്നതിൽ നിന്ന് ഫെയിലറോ ഒമിഷനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ബിലോങ്ങിങ് ടു ദി ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഓർ ഓഫ് ലോസ് ഓർ വേസ്റ്റ് ഓഫ് ദി മണി ഓർ എ പ്രോപ്പർട്ടി, ഏതെങ്കിലും പ്രോപ്പർട്ടി ലോസ്റ്റ് ആവുക അല്ലെങ്കിൽ വേസ്റ്റ് ആവുക, ആൻഡ് സ്റ്റേറ്റ് വെദർ സച്ച് എക്സ്പെൻഡിച്ചർ ഫെയിലർ ഒമിഷൻ, അത്തരം വേസ്റ്റ്, അത്തരത്തിലുള്ള ലോസ്, അത്തരത്തിലുള്ള ഒമിഷൻ, അത്തരത്തിലുള്ള ഫെയിലർ, അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ കോസ്ഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് കൊണ്ടുണ്ടായതാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓഡിറ്റർ ഷാൾ ഹിസ് റിപ്പോർട്ട് സ്പെസിഫൈ ചെയ്യണം ഇത്തരത്തിലുള്ള ഫെയിലറും ഒമിഷനും ലോസും വേസ്റ്റും ഒക്കെ അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് കൊണ്ടാണോ, അതല്ല മിസ് അപ്ലിക്കേഷൻ ആണോ, അല്ലെങ്കിൽ ഓർ എനി അതർ മിസ്കണ്ടക്ട് ഓൺ ദി പാർട്ട് ഓഫ് ട്രസ്റ്റീസിൻ്റെ പാർട്ടിൽ നിന്നുള്ള മിസ്കണ്ടക്ട് കൊണ്ടുണ്ടാകുന്നതാണോ, മിസ് അപ്ലിക്കേഷൻ കൊണ്ടുണ്ടാകുന്ന, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് കൊണ്ടുണ്ടാകുന്നതാണോ, അതല്ല എനി അതർ പേഴ്സൺ, ട്രസ്റ്റി ആയിരിക്കണമെന്നില്ല, വേറെ ആരെങ്കിലും മിസ്കണ്ടക്ട് കൊണ്ടോ, മിസ് അപ്ലിക്കേഷൻ കൊണ്ടോ, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് കൊണ്ടോ ഉണ്ടാകുന്ന ഫെയിലർ, ഒമിഷൻ, ലോസ്, വേസ്റ്റ്, ഇത് ഒക്കെ തന്നെ എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റർ സ്പെസിഫൈ ചെയ്തിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. Whether accounts are maintained regularly in accordance with the provisions of the Act and rules. പബ്ലിക് ട്രസ്റ്റ് ആക്ടിലെ റൂൾസ് അനുസരിച്ച്, അതിലെ ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ച് തന്നെയാണോ നമ്മളെ അക്കൗണ്ടുകൾ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടന്റിൽ വരേണ്ടതുണ്ട്. ദെൻ വെദർ റെസീറ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ്സ് പ്രോപ്പർലി ഷോൺ ഇൻ ദ അക്കൗണ്ട്. റെസീറ്റ്സും അതിൻ്റെ ഡിസ്ബേഴ്സ്മെന്റും, പൈസ റിസീവ് ചെയ്യുന്നതും ഇൻകം എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡിസ്ബേഴ്സ് ചെയ്യുന്നത്, ഡിസ്ബേഴ്സൽ എന്നാണ് പറയുക, ഡിസ്ബേഴ്സ്മെന്റ് എന്നാണ് പറയുക. അത്തരത്തിലുള്ള ഡിസ്ബേഴ്സ്മെന്റും പ്രോപ്പർലി ഷോൺ ഇൻ ദി അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടോ, ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നതും അതേപോലെ തന്നെ വാങ്ങുന്നതും കളക്ട് ചെയ്യുന്നതും എന്താണ്, ഡൊണേഷൻ ആയിക്കോട്ടെ മറ്റു വിധത്തിലായിക്കോട്ടെ കളക്ട് ചെയ്ത റെസീറ്റ്സും ഇവരുടെ ഇൻകത്തിന് അതിന് ഡിസ്ട്രിബ്യൂഷൻ ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലും അത് കൊടുക്കുന്ന കാര്യവും എങ്ങനെയാണ് വിതരണം ചെയ്തിട്ടുള്ള വിതരണവും അതിൻ്റെ റെസീറ്റിൻ്റെ കാര്യവും
അക്കൗണ്ട്സിൽ പ്രോപ്പർലി ആണോ ഷോൺ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഉറപ്പുവരുത്തണം. പിന്നെ വെദർ ക്യാഷ് ബുക്ക് ആൻഡ് വൗച്ചേഴ്സ് ഇൻ ദി കസ്റ്റഡി ഓഫ് ദി മാനേജർ. ക്യാഷ് ബുക്കും വൗച്ചേഴ്സ് ഇൻ ദി കസ്റ്റഡി ഓഫ് ദി മാനേജർ ഓൺ ദി ഡേറ്റ്, ആ ഡേറ്റിലുള്ള മാനേജർ ക്യാഷ് ബുക്കും വൗച്ചേഴ്സ് ഇൻ ദി കസ്റ്റഡി ഓഫ് ദി മാനേജർ ഓർ ട്രസ്റ്റീസ് ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, അഗ്രി ചെയ്യുന്നുണ്ടോ, ട്രസ്റ്റീസിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ കയ്യിലുള്ള വൗച്ചേഴ്സും ക്യാഷ് ബുക്കൊക്കെ തന്നെ എന്താണ്, അതെന്തായിരിക്കണം, അഗ്രി വിത്ത് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിരിക്കണം. അത് അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം പരിശോധിക്കാനുള്ളത്. ദെൻ ഓൾ അതും കണ്ടന്റ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടന്റിൽ വരേണ്ടതാണ്. പിന്നെ ഓൾ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ബൈ ദി ഓഡിറ്റർ പ്രൊഡ്യൂസ്. എല്ലാ ഡോക്യുമെൻറ്റും ഓഡിറ്റർ, അതായത് വൗച്ചർ ആയിക്കോട്ടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റിക്വയർഡ് ആയിട്ടുള്ള, ഓഡിറ്റർ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണോ, അതും റിപ്പോർട്ടിൽ സൂചിപ്പിക്കേണ്ടതാണ്, ഓഡിറ്റ് കണ്ടന്റിൽ വരേണ്ടതാണ്. then whether register of movable and immovable property is maintained. Register of movable and immovable property എന്ത് ചെയ്തിട്ടുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നും എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ പബ്ലിക് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾ, പബ്ലിക് ട്രസ്റ്റിൻ്റെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു, ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാകുന്നതാണ് ട്രസ്റ്റീസ് ആണ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അതിൽ മിസ്അപ്രോപ്രിയേഷൻ വരാമെന്ന് പറഞ്ഞു. ട്രസ്റ്റീസ് എന്തെങ്കിലും അറിയില്ല, അക്കൗണ്ടുകൾ ചിലപ്പോൾ ഇഗ്നോറൻ്റ് ആയിരിക്കാം ട്രസ്റ്റ് ലോസിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ വിൽഫുൾ മാനിപ്പുലേഷൻ വരുത്താം, ബെനിഫിഷ്യറീസ് എന്തല്ല ആക്സസ് അല്ല എന്ന് പറഞ്ഞു. സ്പെസിഫിക് പ്രൊവിഷൻ എന്ത് ചെയ്തും ട്രസ്റ്റ് ഡീഡിൽ മേഡ് ചെയ്യും അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സിന് വേണ്ടി. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പബ്ലിക് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി ചില സ്റ്റേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് പോലുള്ള സ്റ്റേറ്റ് ആക്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഒരു കമ്പൽസറി ഓഡിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ സ്റ്റാറ്റ്യൂട്ടറിയോ കമ്പൽസറി ഓഡിറ്റ് നടത്തേണ്ടി വരും. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അക്കൗണ്ട്സ് ഷാൾ ബി ഓഡിറ്റഡ് എവറി ഇയർ. ചാർട്ടേഡ് അക്കൗണ്ട്, അതാണ് പറഞ്ഞിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന മീനിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. ബൈ സച്ച് പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾ ആയിരിക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഡിറ്റർ ഡ്യൂട്ടി എന്നുള്ളത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ അവിടെ കാര്യം പറഞ്ഞു, ബജറ്റ് എന്നുള്ളത് ഒരു പബ്ലിക് ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ദെൻ ട്രസ്റ്റിക്കും ഉത്തരവാദിത്തമുണ്ട് പറഞ്ഞതാണ്. ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം എല്ലാ കേസസും, ഇറഗുലർ, ഇല്ലീഗൽ, ഇംപ്രോപ്പർ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ, ഫെയിലർ ഉണ്ടെങ്കിൽ, ഒമിഷൻ ഉണ്ടെങ്കിൽ, ലോസ് ഉണ്ടെങ്കിൽ, വേസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ. എന്തൊക്കെയാണ് കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു. ഓഡിറ്റ് വെദർ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ റെഗുലർലി ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ഓർ റൂൾസ്, വെദർ റെസീറ്റ്സ് ആൻഡ് ഡിസ്ബഴ്സ്മെൻറ്റ് പ്രോപ്പർലി ഷോൺ ഇൻ ദി അക്കൗണ്ട്സ്, വെദർ ക്യാഷ് ബുക്ക് ആൻഡ് വൗച്ചേഴ്സ് ഇൻ ദി കസ്റ്റഡി ഓഫ് ദി മാനേജർ ഓർ ട്രസ്റ്റി ഇൻ അഗ്രിമെൻറ്റ് വിത്ത് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്, ഓൾ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ബൈ ദി ഓഡിറ്റർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹിം. എല്ലാ ഡോക്യുമെൻറ്റ്സും ഓഡിറ്റർ പറഞ്ഞ പോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ രജിസ്റ്റർ ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂളിൽ വരുന്ന സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റിൽ പറഞ്ഞിട്ടുള്ള പാർട്ണർഷിപ്പിൻ്റെ ഓഡിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഡിസ്കസ് ചെയ്തതാണ് ഓഡിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു പബ്ലിക് ട്രസ്റ്റിൻ്റെ ഓഡിറ്റ് കൂടി ഡിസ്കസ് ചെയ്തു. നമ്മുടെ മൊഡ്യൂൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്.